അപ്പോൾ വിശ്വാസത്തെ എത്ര വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉൾക്കൊള്ളാം? ഏത് ഘട്ടത്തിൽ വരെ ഒരു വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആവാം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരന് വിശ്വാസിയാകാം? അതിൽ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, ലോക ചരിത്രം പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ജനങ്ങളുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടത്. വർഗസമരം, അതല്ലാതെ വിശ്വാസികൾക്കെതിരായിട്ട് യുദ്ധപ്രഖ്യാപനം ലോകത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും നടത്തിയിട്ടില്ല എന്നതാണ് എൻ്റെ ബോധ്യം. അപ്പോൾ ഈ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഇൻ്റർനാഷണൽ രൂപീകരിച്ചുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അല്ല, കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഉണ്ടാകുന്നതിന് മുമ്പെയാണ് ഒന്നാം ഇൻ്റർനാഷണൽ, രണ്ടാം ഇൻ്റർനാഷണൽ, പിന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ. അത് സോവിയറ്റ് യൂണിയൻ സ്ഥാപിക്കപ്പെട്ടതോടുകൂടി 1919 നിലവിൽ വരുന്നത്. ഇത് 1882 അന്നത്തെ ഇൻ്റർനാഷണലിനകത്ത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബക്കുനിൻ എന്നാണ്. ബക്കുനിൻ അന്ന് വിപ്ലവം നടത്തുകയാണല്ലോ വേണ്ടത്. അതായത് മുതലാളിത്ത സാമൂഹ്യ സാമ്പത്തിക സംവിധാനക്രമം മാറ്റണം, മൂലധന ശക്തിയുടെ ആധിപത്യം അവസാനിപ്പിക്കണം, എന്നിട്ട് സമത്വം സ്ഥാപിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ വിപ്ലവത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്. അപ്പോൾ ഈ ബക്കുനിൻ മുന്നോട്ട് വെച്ചൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ ഒന്നാമത്തെ കാര്യപരിപാടി നിരീശ്വരവാദം പ്രചരിപ്പിക്കുക എന്നതാണ്. രണ്ടാമത്തത് ഭരണകൂടത്തെ തകർത്ത് തരിപ്പണമാക്കുക. കാരണം ആധിപത്യം ചെലുത്തുന്ന വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടിച്ചമർത്തലിന് വേണ്ടി ഭരണകൂടം രൂപീകരിക്കപ്പെടുക. അപ്പോൾ ഭരണകൂടത്തെ തകർത്ത് തരിപ്പണമാക്കുക രണ്ടാമത്തെ പരിപാടി. മൂന്നാമത്തത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും അവസാനിപ്പിക്കുക. ഇതിനോട് മാർക്സ് തന്നെ എതിരായിട്ട് പ്രതികരിച്ചു. മാർക്സ് പറഞ്ഞു ഇത് അരാജകവാദമാണ്. എന്തുകൊണ്ട്? കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കേണ്ടത് നീതിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്ന സംഘടന, അതിന് മുമ്പേ രൂപീകരിച്ചൊരു സംഘടനയുടെ പേര് വളരെ പ്രസക്തമാണ്. എന്താണെന്ന് വെച്ചാൽ നീതിനിഷ്ഠരുടെ ലീഗ് അല്ലെങ്കിൽ നീതിമാന്മാരുടെ ലീഗ് എന്നാണ്. മനസ്സിലായില്ലേ? അതിനെ തുടർന്നാണ് കമ്മ്യൂണിസ്റ്റ് ലീഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് നീതി കൊടുക്കലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരവാദിത്വം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നീതി കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള കമ്മ്യൂണിസ്റ്റുകാർ അനീതിക്കെതിരായിട്ട് നീതിയുടെ പക്ഷം ചേർന്നുകൊണ്ട് വിപ്ലവം നടത്തേണ്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരുടെ മുന്നിലുള്ള പരിപാടി ഏതെങ്കിലും ഒരു വിശ്വാസി മത ആചാരം അനുസരിച്ച് ജീവിക്കുന്നു, അതിനെതിരായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തലല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടി. മാർക്സ് പറഞ്ഞു വർഗസമരമാണ് നടത്തേണ്ടത്, ഇത് ശരിയല്ല, ഇത് അരാജകവാദമാണ്. ഇത് പിൽക്കാലത്ത് ഈ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നിലവിൽ വന്നിട്ടുള്ള ആദ്യത്തെ രാജ്യം സോവിയറ്റ് യൂണിയനാണല്ലോ. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ ഈ പറഞ്ഞ മുസ്ലിം വിഭാഗമുണ്ട്, ക്രിസ്ത്യൻ വിഭാഗമാണ് കൂടുതൽ, മുസ്ലിം വിഭാഗങ്ങളുണ്ട്. ആ മുസ്ലിം വിഭാഗങ്ങൾക്ക് തന്നെ അവരുടെ മതസ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ടാണ് സോവിയറ്റ് ഭരണഘടന രൂപീകരിച്ചത്. അവിടുത്തെ വ്യവസ്ഥയനുസരിച്ച് വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്. പിന്നീട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണല്ലോ പിന്നെ ക്യൂബ. ആ ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോ നടത്തിയിട്ടൊരു അഭിമുഖ സംഭാഷണം ഇപ്പോൾ പുസ്തക രൂപത്തിൽ കിട്ടുന്നുണ്ട്. ഫ്രൈ ബെറ്റോ നടത്തിയിട്ടുള്ള അഭിമുഖ സംഭാഷണം, ദിവസങ്ങളോളം നീണ്ടിട്ടുള്ള അഭിമുഖ സംഭാഷണം. മലയാളത്തിൽ എൻ്റെ പുസ്തകം വന്നിട്ടുണ്ട്, മതത്തെപ്പറ്റി. സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നിലവിലുള്ള ക്യൂബയിൽ മതസ്വാതന്ത്ര്യം എങ്ങനെയാണ്. അപ്പോൾ അവിടെ നിരീശ്വരവാദ പ്രചരണമൊന്നുമില്ല, മതസ്വാതന്ത്ര്യമുണ്ട്. അവിടെ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ആ രാജ്യത്ത് എന്താണ് കാസ്ട്രോവിൻ്റെ നിലപാട് എന്ന് ഈ ഫ്രൈ ബെറ്റോ ചോദിക്കുന്ന അവസരത്തിൽ അതിന് മറുപടിയായി അദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്ക് അതൊരു അജണ്ടയേ അല്ല. കാരണം ഞങ്ങളുടെ ശത്രുക്കളാരാണ് സാമ്രാജ്യത്വം, അമേരിക്ക. കാരണം അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണല്ലോ ക്യൂബ. അവരാണല്ലോ ഇപ്പം ഗൾഫിലടക്കമുള്ള ഈ സംഘർഷസ്ഥിതി ഉണ്ടാക്കുന്ന അമേരിക്കയാണ്. ആ അമേരിക്കൻ സാമ്രാജ്യത്തിനായിട്ട് പൊരുതുന്ന അവസരത്തിൽ വിശ്വാസികളടക്കം ഞങ്ങളുടെ കൂടെ ചേരണം. അതിൽ പിന്നെ വ്യത്യാസം ഉണ്ടാക്കുക എന്നല്ല, സാമ്രാജ്യത്വമാണ് ഞങ്ങളുടെ മുഖ്യമായിട്ടുള്ള ശത്രു. അതിനെതിരായിട്ട് വിശ്വാസികളെ അടക്കം യോജിപ്പിക്കുന്ന നിലപാടാണ് തങ്ങൾക്കുള്ളത്. വിശ്വാസികളെ ക്യൂബയിലെ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ട് ഉപയോഗിക്കാൻ സാമ്രാജ്യത്തിന് അവസരം കൊടുക്കരുത് എന്നാണ് ഫിഡൽ കാസ്ട്രോ പറയുന്നത്. ശരി. അപ്പോൾ അങ്ങനെയാണ് ശരിക്ക് ഇനി അടുത്ത അമേരിക്കയുടെ ലക്ഷ്യം ക്യൂബയാണെന്ന് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ സാമ്രാജ്യത്വത്തെ എതിർക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും
അതുപോലെ തന്നെ നാനാ മതവിശ്വാസികളും ഇപ്പോൾ പോപ്പടക്കം ആ ഈ ട്രംപിൻ്റെ ഭ്രാന്തൻ നടപടിക്കെതിരായിട്ട് പ്രതികരിച്ചല്ലോ. അതെ അതെ അപ്പം അതുകൊണ്ട് ലോകസമാധാനം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അതിൽ നാനാവിശ്വാസികൾ, അടിവരയിട്ട് പറയേണ്ട നാനാവിശ്വാസികൾ. എല്ലാം നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാനൊരു മതവിശ്വാസിയാണ്. അപ്പോൾ എല്ലാവരും യോജിച്ചുകൊണ്ട് സാമ്രാജ്യത്വം എതിർക്കുക എന്നാണ് ഇന്ന് ലോകത്ത് ആവശ്യമായിട്ടുള്ള കാര്യം. അത് ചെയ്യണം. ഇന്ത്യയിലും അതുതന്നെയാണല്ലോ അവസ്ഥ. ഇന്ത്യയിലിപ്പോൾ മോദിയുടെ സർക്കാർ അത് RSSൻ്റെ അജണ്ടയല്ലേ നടപ്പാക്കുന്നത്. അതെ 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 RSSന് വേണ്ടിയാണല്ലോ. RSSൻ്റെ അജണ്ടയാണ് നടപ്പാക്കുന്നത്. അപ്പോൾ മതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള ശ്രമം. അപ്പോൾ അവർ പറയുന്നത് എന്താ? സ്വത്വം. അതാണ് ഇവിടെ പ്രധാനമായിട്ട് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ മുസ്ലിം ഏകീകരണം എന്നൊക്കെ പറയുന്നിട്ട് ചിലർ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് സ്വത്വമാണ്. അപ്പോൾ ഇന്ത്യയിൽ അധികാര കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി അപ്പം ഇന്ത്യയിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ RSS സംഘപരിവാരം എങ്ങനെയാണ് അധികാര കസേര സംരക്ഷിക്കുന്നത്? ഹിന്ദു സ്വത്വരാഷ്ട്രീയം ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. ഇതാണ് ഹിന്ദു സ്വത്വരാഷ്ട്രീയം ശക്തിപ്പെടുത്തുക. അപ്പോൾ ജാതീയമായിട്ടുള്ള വ്യത്യസ്തതകളൊക്കെ ഇന്ത്യയിലുണ്ട്. ആ വൈവിധ്യങ്ങളൊക്കെ ഇല്ലാതാക്കി, അല്ലെ മറച്ചു വെച്ച്. വൈവിധ്യങ്ങൾ ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദു യൂണിറ്റി, മുസ്ലിങ്ങളാണ് നിങ്ങളുടെ ശത്രു, ക്രിസ്ത്യാനികളാണ് നിങ്ങളുടെ ശത്രു, കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്യം ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ ഇസ്ലാം ഭീതി ഉണ്ടാക്കുക, ഇസ്ലാമോഫോബിയ, ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഹിന്ദു യൂണിറ്റ് വേണ്ടി ശ്രമിച്ചുകൊണ്ട് അവർ അധികാര കസേര സംരക്ഷിക്കുകയാണ്. അപ്പോൾ സ്വത്വരാഷ്ട്രീയം ഇന്ത്യയിൽ വലിയ ആപത്തായിട്ട് വന്നിരിക്കുകയാണ് ഈ സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് അതിനെ മറികടക്കണമെങ്കിൽ, അതിനെ പരാജയപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? ന്യൂനപക്ഷങ്ങൾക്കിടയിലും സ്വത്ത് രാഷ്ട്രീയമല്ല വേണ്ടത്. ന്യൂനപക്ഷങ്ങളുടെ സ്വത്ത് പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതെ, തീർച്ചയായിട്ടും ആ സ്വത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തിപ്പെടലാണ് ഇന്നത്തെ ഇന്ത്യയിൽ ആവശ്യമായിട്ടുള്ളത്.